കുട്ടിക്കാലം മുതൽക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു തൃശ്ശൂർ പൂരം കൂടണമെന്ന്. പല പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ തൃശ്ശൂരിലെ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ മുൻപിലാണ്. അപ്പോൾ ഈ കൊല്ലം പൂരം ഒന്ന് കൂടാൻ തീരുമാനിച്ചു. ഇപ്പോൾ സമയം രാത്രി 12:45. ഇന്നത്തെ തീയതി ഏപ്രിൽ 30, 2025. ഇന്നാണ് തൃശ്ശൂർ പൂരത്തിന്റെ കൊടിയേറ്റം നടക്കുന്ന ദിവസം. ഇന്നലെ രാവിലെ ഏകദേശം ഒരു 10:00 കൂടിയിട്ട് ഞങ്ങള് തൃശ്ശൂരിലെത്തി. അപ്പോഴാണ് അറിയാൻ സാധിച്ചത് നാളെ കൊടിയേറ്റത്തിനുള്ള കൊടിമരം വെട്ടുന്നൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന്. തൃശ്ശൂരിലുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഈ കൊടിമരത്തിനുള്ള കവുങ്ങ്, നമ്മൾ അടയ്ക്കാമരം എന്നൊക്കെ പറയുന്ന ആ മരം മുറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് വെച്ചു പിടിച്ചു. അപ്പോഴേക്കും ആ മരം മുറിക്കുന്ന പ്രക്രിയ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിൽ വലിയ നിരാശ തോന്നി, അത് ആ വിഷ്വൽ കിട്ടാത്തതിന്റെ ഒരു നിരാശ. പക്ഷെ നിരാശ അധിക നേരം നീണ്ടു നിന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അർജുനൻ ചേട്ടൻ, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഞാൻ സ്റ്റില്ല് എടുക്കാനാണ് വന്നത്, എങ്കിലും കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാനത് തരാം. വളരെ സൗമനസ്യത്തോടെ അദ്ദേഹം ഞങ്ങൾക്ക് തന്ന വിഷ്വലുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതില് മരം മുറിക്കുന്നതിന്റെ വിഷ്വൽ കിട്ടിയില്ല, കാരണം ആള് സ്റ്റില്ലിലാണ് ഫോക്കസ് ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മളുടെ ആ വെട്ടിയിട്ടിരിക്കുന്ന മരം. അതിൽ കുറെ പ്രത്യേകതകളുണ്ട്. ഈ മരം മുറിക്കുമ്പോൾ ഇവരതിൽ പിന്നെ മണ്ണ് തൊടുകയില്ല. അപ്പോൾ അവർ മരം ഈ വെട്ടുന്നത് പോലും മണ്ണ് തൊടാത്ത രീതിയിൽ താഴേക്ക് വന്ന് നിൽക്കുന്നത് പോലെയാണ് വെട്ടണേ. അതാ കണ്ട, ഇപ്പൊ ഈ മരം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് മണ്ണ് തൊടാതിരിക്കാനായിട്ട് അവര് കണ്ട ഇങ്ങനെയുള്ള കട്ടകളൊക്കെ വെച്ചു കൊടുത്തിരിക്കുകയാണ്. അതവരുടെ ഒരു ആചാരമാണ്. പിന്നെ ചില വിശേഷ പൂജകളൊക്കെ ചെയ്തതിനു ശേഷമാണ് ഇവർ ഈ മരം മുറിക്കുന്നത്. ഓക്കെ, അപ്പൊ നാളെ കൊടിയേറ്റാനായിട്ടുള്ള കൊടിമരമാണ് ഇത് ഇവിടെ കിടക്കുന്നത്. ഈ കൊടിമരം നിർമ്മിക്കാൻ വേണ്ടി ഇവർ ഈ വെട്ടിയിട്ടിരിക്കുന്ന കവുങ്ങ് 29-ാം തീയതി വൈകിട്ട്, അത് ഇന്നലെ വൈകിട്ട് ആഘോഷപൂർണമായിട്ട് തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് എല്ലാവരും കൊണ്ടുപോകുമെന്നും ഇന്ന് രാവിലെ ഒരു 7 മണി 8 മണിയോട് കൂടിയിട്ട് അത് ചെത്തിവെടുപ്പാക്കി ഒരു കൊടിമരത്തിൻ്റെതായിട്ടുള്ള ഷേപ്പിലേക്ക് കൊണ്ടുവരികയും അതിൽ ചില വർക്കുകളൊക്കെ ചെയ്യുമെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി. എന്തായാലും ഞങ്ങൾ വൈകിട്ട് ആ ഘോഷയാത്ര കാണാനും പിക്ചറൈസ് ചെയ്യാനും ആഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ ഈ ആലവട്ടം പാറമേക്കാവ് ക്ഷേത്രത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന മുരളിച്ചേട്ടന്റെ വീട്ടിലേക്ക് വച്ചു പിടിച്ചു. കഴിഞ്ഞൊരു 3 തലമുറയായിട്ട് മുരളിച്ചേട്ടന്റെ കുടുംബക്കാരാണ് പാറമേക്കാവിലേക്ക് ഈ ആലവട്ടവും ഒക്കെ ഒരുക്കി കൊടുക്കുന്നത്. മുരളിച്ചേട്ടന്റെ 60 വർഷം പഴക്കമുള്ള വീട്ടിലെത്തിയ ഞങ്ങൾക്ക് ആലവട്ടം നിർമ്മിക്കുന്നതിന്റെ കുറെ ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിച്ചു. 15 ആനകളാണ് പാറമേക്കാവിന്റെ സൈഡിൽ നിന്നും തൃശ്ശൂർ പൂരത്തിന് അണിനിരക്കുന്നത്. ഞാൻ പിടിച്ചിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന് അണിനിരക്കുന്ന 15 ആനകളിൽ 12 ആനകൾക്കുള്ള ആലവട്ടം 5 വളയം സാധാരണ ആലവട്ടമാണ്. 12 ആനകൾക്ക് ശേഷം പിന്നെ പറയാനുള്ളത് പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ബാക്കി 3 ആനകൾക്കാണ്. അതിൽ ഒന്ന് ഈ തെടമ്പേറ്റുന്ന ആനയ്ക്കും മറ്റൊന്ന് തെടമ്പേറ്റുന്ന ആനയുടെ കൂട്ടാനകളായ 2 ആനകൾക്കുമാണ്. അത് ഈ 2 ജോഡി ആലവട്ടവും 6 വളയം എന്നാണ് പഴമക്കാർ പറയുന്നത്. കാരണം ഇതിന് കുറച്ചും കൂടി വട്ടം വിസ്തൃതി കൂടുമെന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ സാധാരണ നേരത്തെ പറഞ്ഞ 12 ആനയുടെ ആലവട്ടത്തിനേക്കാൾ കുറേയും കൂടി ആകർഷകമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ എല്ലാ പൂരങ്ങളെക്കാളും മുൻ വർഷങ്ങളിലെ പൂരങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട തെടമ്പേറ്റുന്ന കോലമേന്തുന്ന ഈ വർഷത്തെ ഗുരുവായൂർ നന്ദന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള, ഗുരുവായൂർ നന്ദനാനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള എഴുന്നള്ളിക്കുന്ന ആനയുടെ ആലവട്ടമാണ്. അതും 6 വളയമാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് 3ാമതായിട്ട് പറയാനുള്ളത്. ഈ വെഞ്ചാമരവും ആലവട്ടവും ഒക്കെ ഒരുക്കുന്നത് മാസങ്ങൾ നീണ്ട ഒരു പ്രക്രിയയാണ്. 4-5 മാസം മുൻപൊക്കെ ഇവരിതിന്റെ ജോലി തുടങ്ങും. രസകരമായ സംഭവം, ഈ ആലവട്ടം എല്ലാ വർഷവും പുതിയ പുതിയ ആലവട്ടങ്ങളായിരിക്കും. കഴിഞ്ഞ വർഷത്തെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കില്ല ഈ വർഷത്തെ ആലവട്ടത്തിനുള്ളത്. വടക്കുന്നാഥനെ സാക്ഷിയാക്കിക്കൊണ്ടാണല്ലോ തൃശ്ശൂർ പൂരം പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ നടത്തുന്നത്. അത് വടക്കുന്നാഥൻ്റെ മണ്ണിൽ, പ്രത്യേകിച്ച് വെല്ലിത്തറയിൽ വടക്കുന്നാഥനെ അഭിമുഖമായിട്ട് നടത്തുന്ന പാറമേക്കാവിൽ അമ്മയുടെ എഴുന്നള്ളിപ്പിൽ ഞാൻ ഈ വർഷം തീരുമാനിച്ചത് ഭഗവാൻ പരമശിവൻ്റെ ആയുധമായ തൃശൂലം എൻ്റെ ആലവട്ടത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്വർണത്തിൽ തീർത്ത തൃശൂലവും
കോലത്തിന്മേൽ ഉപയോഗിക്കുന്ന കോലത്തിന്മേലുള്ള പൂവും അതേപോലെ തന്നെ നെറ്റിപ്പട്ടത്തിൽ ഉപയോഗിക്കുന്ന അരിക്കവടി 2ാം തരം ചേർത്തുകൊണ്ട് ഏറ്റവും അധികം സ്വർണ്ണപ്രഭ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആലവട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. മയിൽപീലിയാണ് ഈ ആലവട്ടം നിർമ്മിക്കുന്നതിലെ ഒരു പ്രധാന മെറ്റീരിയൽ. മയിൽപീലിയുടെ ബലമുള്ള തണ്ടിന്റെ, അതായത് അടിഭാഗത്തെ തണ്ടിന്റെ പീലി കളഞ്ഞ് അതിന്റെ തൊലിയൊക്കെ ഒന്ന് ചിരണ്ടി ഇങ്ങനെ വൈറ്റ് കളറിൽ ആക്കിയതിനു ശേഷമാണ് ഇവരിത് ആലവട്ട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോഴേക്ക് സമയം 5:30 അപ്പോൾ നമ്മളുടെ കൊടിമരത്തിനായി വെട്ടിയിട്ടിരിക്കുന്ന കവുങ്ങ് ആഘോഷപൂർവ്വമായി തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് ഭക്തർ ചുമന്നുകൊണ്ടുപോകുന്ന ആ സമയം അടുത്തു. ഞങ്ങൾ വേഗം മുരളിച്ചേട്ടനോട് ഒരു ബൈ പറഞ്ഞിട്ട് തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് പോയി. അവിടെ വന്ന് ആ കവുങ്ങ് അവർ ഭക്തിനിർഭരമായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് വന്നു. കുളിച്ച് പുറത്തിറങ്ങി ഈ പൂരത്തിന്റെ കുറച്ച് രാത്രി ദൃശ്യങ്ങൾ പകർത്താമെന്ന് വിചാരിച്ചു. പൂരം ആരംഭിച്ചിട്ടില്ല, 6-ാം തീയതിയാണ് പൂരം. അപ്പോൾ അതിനു മുന്നേ പൂരത്തിന്റെ സന്നാഹങ്ങളൊക്കെ പൂരപ്പറമ്പിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ പൂരം എക്സിബിഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അതൊക്കെ ക്ലോസ് ഡൗൺ ആയി. എന്നിരുന്നാലും ആ എക്സിബിഷന്റെ ചുറ്റുവട്ടത്ത് ധാരാളം നാടോടി കച്ചവടക്കാരിരുന്ന് കച്ചവടം ചെയ്യുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റി. അപ്പൊ അടുത്ത ദിവസം തന്നെ 30-ാം തീയതിയിലെ പൂര വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.